ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റാഫെല്ലോ പുഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ വൈറ്റ് ചോക്ലേറ്റോ ഒന്നും ചേർക്കണില്ല. ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ പുഡിങ്ങിനൊരു ബേസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കനട്ട് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് നിരത്തി കൊടുക്കണം. ഞാൻ ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്യാതെ ഡയറക്റ്റ് തന്നെയാണ് വെക്കുന്നത്. നമുക്ക് പുഡിംഗ് അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും. നമുക്ക് പുഡിങ്ങിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. മറ്റേത് ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെ കുതിർന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഡിപ്പ് ചെയ്യാതെ പാലൊന്നും സോക്ക് ചെയ്യാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ പുഡിങ്ങിന് കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ കോക്കനട്ട് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ ട്രേക്ക് അനുസരിച്ചുള്ള ബിസ്ക്കറ്റ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ റാഫെല്ലോ മിൽക്ക് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവർ വേണം. അപ്പോൾ കോൺഫ്ലവർ കറക്റ്റ് അളന്നിട്ട് എടുക്കണം. അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബേസ് തിക്കായി പോവും, സോഫ്റ്റായി കിട്ടൂല. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി നമ്മൾ ഈ പുഡിങ്ങിൽ ചേർക്കുന്നത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് പുഡിങ്ങിൽ ഇത് ചേർക്കുമ്പോൾ. ഈ പാൽപ്പൊടിയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്യുക നല്ലോണം. എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ലംസൊന്നും ഇല്ലാതെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഇതൊരു ബാറ്ററാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാലോട്ട് ചേർക്കുമ്പോൾ നമുക്ക് അധികമൊന്നും കട്ടയില്ലാതെ എളുപ്പത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ കൂട്ട് ഇപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലോട്ട് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കണം. 2 കപ്പ് പാലാണ്. പാല് ചേർത്തതിന് ശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിനും പാൽപ്പൊടിനും കൂട്ടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. സ്റ്റൗമ്മൽ വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇളക്കി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കൈയെടുക്കാതെ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പോൾ നമ്മളെ പാലിൻ്റെ കൂട്ട് ചെറുതായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട്. ഈ സമയത്തും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചാൽ മതി. ഇതൊന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അത് പാലിപ്പോൾ തിളച്ച് വരാനായിട്ടുണ്ട്, കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിലാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ ബട്ടർ നല്ലോണം മെൽറ്റായതിന് ശേഷം നമുക്കിതിലോട്ട് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്നത്. ഇത് ഞാൻ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ കൂട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോഴാണ് കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ ഈ പാലിലോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ മിൽക്ക് പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലോട്ട് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കും നമ്മളെ കൂട്ട്. അധികം തിക്കാവരുത്, അധികം ലൂസാവരുത്. നമ്മളെ കൂട്ട് അധികം തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് സെറ്റായി വരുന്ന സമയത്ത് നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് പുഡിങ് കഴിക്കാൻ കിട്ടൂല. അപ്പോൾ അതിനെക്കൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചില്ലേ പുഡിങ് ട്രേയിൽ, അതിലോട്ട് ചൂടോടെ തന്നെ നമുക്ക് ദൊഴിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ വേഗം സെറ്റായി കിട്ടുന്ന ഒരു പുഡിങ് തന്നെയാണ് ഇട്ടത്. അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. നമ്മൾ പുഡിങ് കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ബോൾസ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ആ കോക്കനട്ട് ആ പൗഡറില്ലേ, ആ പൗഡറിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കോക്കനട്ട് ബോൾ കിട്ടും. ഒരു കാണാൻ ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളെ പുഡിങ് നല്ല സോഫ്റ്റും നല്ല ക്രീമി ടെക്സ്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ജലാറ്റിനും ക്രീമൊന്നും ചേർക്കാതെ അതേ ടേസ്റ്റിൽ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.